JavaScript പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ JavaScriptനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ JavaScript പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. നമ്മൾ 25 ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യമായി നമുക്ക് JavaScript എന്താണെന്ന് നോക്കാം. JavaScript എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇന്ന് ലോകത്ത് നിലവിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് JavaScript എന്ന് പറയുന്നത്. JavaScript അറിയപ്പെടുന്നത് വെബ് പേജുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. JavaScript നമ്മൾ HTML അതുപോലെ CSSന്റെ കൂടെ JavaScript കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ററാക്റ്റീവ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡൈനാമിക് വെബ് പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ JavaScript വെബ് പേജിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ച് JavaScript ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഈവൻ മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് JavaScript ഉപയോഗിക്കുന്നതിന് വേണ്ടി, JavaScript പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു വെബ് ബ്രൗസർ വേണം, അതുപോലെ തന്നെ നമുക്കൊരു കോഡ് എഡിറ്റർ വേണം. നമുക്ക് JavaScript പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെബ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ JavaScript എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ JavaScript പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ എന്ന് പറയുന്നത് Google Chrome ആണ്. Google Chrome എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ കോഡ് എഡിറ്ററായി ഉപയോഗിക്കുന്നത് നമ്മൾ VS കോഡാണ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന IDE നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഞാനിവിടെ ഗൂഗിളിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഈ വെബ്സൈറ്റ് code.visualstudio.com ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു IDE നമുക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചുള്ള ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫയൽ ലഭിക്കും. VS കോഡ് എന്ന് പറയുന്ന ഒരു ഫയൽ ലഭിക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ നമ്മൾ മറ്റു ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമുക്ക് ഈസിയായി ചെയ്യാവുന്നതാണ്. ലൈസൻസ് അഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എല്ലാം ഇതുപോലെ തന്നെ വെക്കുക. നിങ്ങൾക്ക് ഐക്കൺ വേണമെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫിനിഷ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇതുപോലെ ഓപ്പൺ ആയി വരും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം.